ബംഗളൂരു വാഹനാപകടത്തിൽ 2 മലയാളികൾക്ക് ദാരുണ അന്ത്യമുണ്ടായത് ഞാൻ പറഞ്ഞു. കൊല്ലത്തെ ആൽബി ജി ജേക്കബും വിഷ്ണുകുമാറുമാണ് മരിച്ചത്. കൊട്ടാരക്കരയിലാണ് ആൽബിയുടെ വീട്, വിഷ്ണുകുമാർ കൊല്ലക്കാരനും. ബൈക്ക് ഡിവൈഡർ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. വിവരങ്ങളുമായി മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്, വിവരങ്ങൾ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. ബംഗളൂരുവിലെ കമ്മനഹള്ളിയിലാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ആൽബി ജി ജേക്കബ്, അതുപോലെ തന്നെ കൊല്ലം സ്വദേശിയായിട്ടുള്ള വിഷ്ണുകുമാർ എന്നിവരാണ് മരിച്ചത്. ഇവർ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നവരാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെ 1 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഇവിടെയുള്ള മലയാളികൾ എല്ലാം വളരെ വേഗത്തിൽ തന്നെ ഇടപെടുകയും ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. നിംഹാൻസിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രിയിലുമാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരാൾ സംഭവ സ്ഥലത്തും മറ്റൊരാൾ ഈ ആശുപത്രിയിലുമാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി.